ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ജോലിക്കിടയിൽ അല്പം ആഘോഷിക്കാൻ, ആസ്വദിക്കാൻ കുറച്ച് ഒഴിവ് സമയം കിട്ടിയാലോ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഉടൻ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ബുക്ക് ചെയ്തു. നല്ല അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. എങ്കിലും മോശമല്ലാത്ത രീതിയിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ട, ഫുഡ് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വയ്ക്കാം എന്ന രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നേരെ പൂൾ പാർട്ടിയിലേക്ക്. അവിടെ എത്തിയപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ മാറി. ലേഡീസ് ഒന്നും കിച്ചണിൽ കയറില്ല. അങ്ങനെ ആ ദൗത്യം ജെൻസ് ഏറ്റെടുത്തു. ഞങ്ങളോടാണ് കളി. ഞങ്ങൾക്കറിയാലോ, ബാച്ചുലറൈസ് ഗൾഫിൽ താമസിച്ച ഞങ്ങളെ പോലെയുള്ള ചുണക്കുട്ടന്മാർക്ക് ഫുഡൊക്കെ ഒരു വലിയ വിഷയമാണോ? അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭാര്യമാർക്ക് സെർവ് ചെയ്തു. അവർ ഞെട്ടി എന്ന് പറഞ്ഞത് ഞെട്ടി. കാരണം അത്രയും ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം. ഒരു രക്ഷയില്ല. എല്ലാവരും തന്നെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കഴിച്ചു. എല്ലാം പാകം. ഉപ്പ്, എരിവ്, പുളി എല്ലാം തന്നെ പാകത്തിന്. അവർ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ ഭക്ഷണമൊക്കെ സെറ്റാക്കി വിളമ്പിക്കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ പൂൾ പാർട്ടി ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതുപോലുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രാണാസിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ മദ്യമാർന്ന് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. ഒരു രക്ഷയില്ല, വേറെ വൈബ്. ഞങ്ങൾ ഇത്തവണ അറേഞ്ച് ചെയ്ത പൂളാകട്ടെ നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളമായിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാമിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഞങ്ങൾക്ക് അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റി. ഒടുവിലൊരു ചായ കുടി ഒക്കെ കഴിഞ്ഞ് നേരെ മൽക്കിയ ബീച്ചിലേക്കും പോയി. അവിടെ കുറച്ച് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ വളരെ അപൂർവം പാർട്ടികളിൽ ഒന്നായി ഈ ഒരു പാർട്ടി മാറി. പ്രാണസ് ടീം എന്ന് പറഞ്ഞാൽ അതൊരു ചങ്ക് തന്നെയാണ്. എല്ലാ ചങ്കുകളുടെയും ഒരു കൂട്ടായ്മ. ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.